രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടാനക്കൂട്ടങ്ങൾ വിഹരിക്കുന്ന മനുഷ്യസാന്നിധ്യം അന്യമായ കൊടുംവനം. കർണാടകയിലെ തടിയന്റമോൾ എന്ന ആ മലമ്പ്രദേശത്ത് നാദാപുരത്തുകാരി ശരണ്യ ഒറ്റപ്പെട്ടുപോയത് 3 രാത്രികളും 2 പകലുകളുമാണ്. ഒടുവിൽ മരണത്തെയും ഭയത്തെയും തോൽപ്പിച്ച് ശരണ്യ ഈസ്റ്റർ ദിനത്തിൽ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവർ വിശേഷിപ്പിച്ചത്. നാദാപുരത്തുകാരിയായ ശരണ്യ കൊച്ചിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുകയാണ്. അഗസ്ത്യകൂടം മലയടക്കം ട്രെക്കിംഗ് നടത്തി കീഴടക്കിയിട്ടുള്ള ശരണ്യ ഈസ്റ്റർ അവധി കണക്കാക്കിയാണ് കുടകിലേക്കും എത്തിയത്. ഒറ്റയ്ക്കായിരുന്നു ആ വരവ്. ബുധനാഴ്ച കക്കബെ ഗ്രാമത്തിലെ ഹോം സ്റ്റേയിൽ തങ്ങിയ ഇവർ ജീവനക്കാരോട് ഒറ്റയ്ക്ക് ട്രെക്കിങ്ങിന് പോകണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നാൽ കാട്ടാനക്കൂട്ടങ്ങൾ വിഹരിക്കുന്ന പ്രദേശമായതിനാൽ അത് അനുവദിച്ചില്ല. വ്യാഴാഴ്ച രാവിലെ 12 അംഗ സംഘത്തിനൊപ്പമാണ് മല കയറാൻ വിട്ടത്. എന്നാൽ 1 മണിക്കൂറിനകം ശരണ്യയെ കാണാതാവുകയായിരുന്നു. കുടകിലെ ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ തടിയന്റമോൾ മലമ്പ്രദേശത്താണ് വ്യാഴാഴ്ച ഉച്ചയോടെ ശരണ്യയെ കാണാതായത്. തിരച്ചിൽ നടത്തിവന്ന ആദിവാസി യുവാക്കൾ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ ഉൾവനത്തിൽ ഒരു അരുവിക്ക് സമീപം പാറയ്ക്ക് മുകളിൽ അവശനിലയിൽ ഇരിക്കുന്ന നിലയിലാണ് ശരണ്യയെ കണ്ടെത്തിയത്. ട്രെക്കിംഗ് തുടങ്ങിയിടത്തുനിന്നും 1 കിലോമീറ്റർ അകലെയായിരുന്നു ഇത്. ട്രെക്കിങ്ങിനെ പ്രണയിച്ച ടെക്കിയായ ശരണ്യയ്ക്ക് മലമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കരുത്തായത് അനുഭവസമ്പത്തും തെളിനീരുറവയുമാണ്. അഗസ്ത്യകൂടം ചെമ്പ്രകുടി മലനിരകളെ കീഴടക്കിയ ശരണ്യയ്ക്ക് തടിയന്റമോൾ മല നിസ്സാരമായിരുന്നു. പക്ഷേ ഗൈഡ് കൂടെ വരാഞ്ഞതും ഒപ്പം ട്രെക്കിങ്ങിന് വന്നവർ പരിചയക്കാരല്ലാത്തതും വിനയായി മാറി. 2 മണിക്കൂർ കൊണ്ട് മല കയറി വരാനായിരുന്നു പദ്ധതി. സംഘത്തിൽ നിന്നും അല്പം മാറി പിന്നിലായാണ് ശരണ്യ സഞ്ചരിച്ചത്. കൂട്ടത്തിലുള്ളവരെ മുകളിൽ കണ്ട് ശരണ്യ അവിടേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും അവർ തിരിച്ചിറങ്ങിയിരുന്നു. സംഘം യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ശരണ്യ കൂട്ടത്തിലില്ല എന്ന് മനസ്സിലായത്. അപ്പോഴേക്കും തനിക്ക് വഴിതെറ്റിയെന്നറിയിച്ച് ശരണ്യയുടെ ഫോൺ കോളും റിസോർട്ടിലേക്ക് എത്തി. തെറ്റിയ വഴിയിലൂടെ നടന്നപ്പോൾ ആനപ്പിണ്ടത്തിന്റെ മണം അറിഞ്ഞു. ആ വഴി ഉപേക്ഷിച്ച് മറ്റൊരു വഴി നടന്ന് വിശാലമായൊരു പാറപ്പുറത്ത് തങ്ങി. ചുറ്റും കുറ്റിക്കാടുകളായിരുന്നു. അരുവിവെള്ളം കുടിച്ച് ക്ഷീണമകറ്റി. 2 മണിക്കൂർ കൊണ്ട് മടങ്ങി വരാവുന്ന ട്രെക്കിംഗ് ആയതിനാൽ ഭക്ഷണ സാധനങ്ങളോ മറ്റ് ട്രെക്കിംഗ് സാമഗ്രികളോ ഒന്നും കരുതിയിരുന്നില്ല. പവർ ബാങ്കും എടുത്തില്ല. ഫോണിൽ ചാർജ് തീരാറായപ്പോൾ സുഹൃത്തിനെ വിളിച്ച് സർക്കാരിന്റെ ആരണ്യ സൈറ്റിൽ കയറി കാര്യം പറയുമ്പോഴേക്കും ഫോൺ ഓഫായി. അപ്പോഴേക്കും സമയം ഇരുട്ടായിരുന്നു. ആ രാത്രി അവിടെ ചെലവഴിച്ച ശരണ്യ പിറ്റേ ദിവസം രാവിലെ മുതൽ കൂക്കി വിളിച്ച് ഒച്ചയുണ്ടാക്കിയിരുന്നു. ഡ്രോണുകൾ എങ്ങാനും വന്നാൽ കാണാൻ പാകത്തിനായിരുന്നു വിശാലമായ പാറപ്പുറത്തു തന്നെ തങ്ങിയത്. അങ്ങനെ ഒച്ചയുണ്ടാക്കിയതാണ് ശരണ്യയെ കണ്ടെത്താൻ സഹായകമായത്. കുറ്റിക്കാടു നിറഞ്ഞ ഉയർന്ന സ്ഥലത്താണ് കഴിഞ്ഞത് എന്നതിനാൽ മൃഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ. 4 ദിവസം വെള്ളം മാത്രമേ കുടിച്ചുള്ളൂവെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെയാണ് പുറത്തേക്ക് വന്നത്. വർഷങ്ങളായുള്ള ട്രെക്കിംഗ് പരിചയവും മനോബലവും തിരിച്ചുവരവിനുള്ള കരുത്തായി മാറുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്ക് കാർഷിക വികസന ബാങ്കിൽ നിന്നും വിരമിച്ച വടക്കേയിൽ ഗോപിയുടെയും ശൈലജയുടെയും മകളാണ്. ബംഗളൂരുവിൽ എഞ്ചിനീയറാണ് സഹോദരൻ ശ്യാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.